ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്റ്റാർ അവാർഡായിട്ട് മാറി, ഒരു സാധാരണക്കാരൻ ഇങ്ങനെ സ്റ്റാർ അവാർഡായിട്ട് മാറി. ടീമിനെ എങ്ങനെ അദ്ദേഹം നോക്കുന്നു, ആ ടീമിന്റെ വളർച്ചയാണ് അദ്ദേഹത്തിന്റെയും വളർച്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നിറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടി നമുക്ക് സജീവ് കുമാർ സാറിനെ ഈ സ്റ്റേജിലേക്ക് ആനയിക്കാം. ഓക്കെ, എല്ലാവരും അദ്ദേഹത്തെ പുറത്തുനിന്ന് കൊടുത്ത് ആദരിക്കുന്നതിനായിട്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സ്റ്റാർ പ്ലസ് വനിതാ രത്നം സ്ത്രീ ശാക്തീകരണം എന്ന ഒരു ലക്ഷ്യത്തിൽ മുറുകെ പിടിക്കുന്നതിനെപ്പറ്റി ഇന്ന് സ്റ്റാർ പ്ലസ് ആയിരിക്കുന്ന നമ്മുടെ ഷൈമ മേഡമാണ്. ഷൈമ പ്ലീസ്. ഒരാൾക്ക് ഭയങ്കര വിശപ്പ്, രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല, അങ്ങനെ ഒരു യാത്ര തിരിച്ചതാണ്, ഭയങ്കര വിശപ്പ്. അങ്ങനെ വിശപ്പ് അകറ്റാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇദ്ദേഹം ഒരു ചായക്കടയിൽ എത്തിപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, വിശപ്പ് മാറ്റാനുള്ളതിന് എത്ര കാശ് നോച്ചു? അപ്പൊ ആള് പറഞ്ഞു 10 രൂപ എന്ന് പറഞ്ഞു. അന്നാ പിന്നെ ആ സബോളോടെ എടുക്കാൻ പറഞ്ഞു. സബോളോടെ എടുത്തു, നല്ല സുഖമായിട്ട് കഴിച്ചു. നോക്കിയപ്പോ വിശപ്പ് മാറിയില്ല. അപ്പോ ഉണ്ടംപരി അപ്പുറത്തിരിക്കുന്നു, ഉണ്ടംപരി എടുത്തു, അതും കഴിച്ചു, വിശപ്പ് മാറിയില്ല. അത് കഴിഞ്ഞിട്ട് വേറെ എന്താണ്, ഒരു കാജ, ഇവിടെ എന്നിട്ട് പറയാ കാജ, മഞ്ഞച്ചിട്ട് ഒരു ഇതൊക്കെ ഉള്ള എന്തെങ്കിലും ആവട്ടെ, ഒരെണ്ണം അവിടെ ഇരിക്കുന്നു, അതും കഴിച്ചു, വിശപ്പ് മാറിയില്ല. അങ്ങനെ നോക്കിപ്പണ്ട് ഒരു പഴംപരി ഇരിക്കുന്നു, അത് കഴിച്ചു. അപ്പോ വിശപ്പ് മാറി. ആള് പോക്കറ്റിൽ നിർത്തിട്ട് 10 രൂപ കൊടുത്തു. അപ്പോ കടക്കാരൻ ചോദിച്ചു, ഇതെന്താ 10 രൂപ, 40 രൂപയാണ് നിങ്ങളെടുത്ത കണക്കിന്? ഞാൻ അതല്ലേ ചോദിച്ച, വിശപ്പ് മാറാനുള്ളത് എത്ര കാശാന്ന്? ഈ പഴംപരി നിന്നപ്പോഴാണ് എന്റെ വിശപ്പ് മാറിയത്, അതിന്റെ പൈസയാണത്. നിങ്ങളുടെ വിശപ്പ് മാറാൻ ഞാൻ എന്ത് പറയുന്നതാണ് നിങ്ങളുടെ വിശപ്പ് മാറാന്ന് എനിക്കറിയില്ല. ചിലർക്ക് ആരോഗ്യം, ചിലർക്ക് വരുമാനം, ചിലർക്ക് കൂട്ടായ്മ, ചിലർക്ക് എന്താണ് മറ്റുള്ളവരെ സഹായിക്കല്, നന്മ, സേവനം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിശപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. എത്ര ആളുടെ വിശപ്പ് എന്ന് എനിക്കറിയോ? എനിക്കറിയില്ല. പക്ഷെ എന്റെ വിശപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ സ്റ്റാർ അവാർഡായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 1-2 കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിശപ്പ് ചിലപ്പോൾ മാറാൻ സാധ്യതയില്ല. കാരണം നിങ്ങളുടെ വിശപ്പിനുള്ളത് അവസാനമായിരിക്കില്ല. അതുകൊണ്ട് 1-2 കിട്ടുമ്പോ സബളോടെയും ഉള്ളവിടെയും തിന്നിട്ട് വിശപ്പ് മാറില്ല എന്നിട്ട് പോവരുത്. കാരണം വിശപ്പ് മാറാനുള്ളത് ചിലപ്പോൾ അവസാനമായിരിക്കും, 2 മണിക്ക് 5 മിനിറ്റ് മുന്നേ. ഓക്കെ, അതുകൊണ്ട് പോകുന്നോണ്ട് വിരോധമില്ല, പക്ഷെ വിരോധം നിങ്ങൾക്കായിരിക്കും. ആർക്ക്? ഈ ക്ലാസ്സിന് വന്നിട്ടും ആർസിം എന്താന്ന് മനസ്സിലാകാതെ നമ്മൾ വീണ്ടും പോകുന്നു. ഞാൻ പറയുന്നു, ഇന്നെന്തായാലും മെനക്കെട്ട് വന്നു, മനസ്സിലാക്കിയിട്ട് പോവാൻ പാടുള്ളൂ. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഷാജു സാറും ഷിജു സാറും നോക്കുന്നുണ്ട്, ഇത്ര ബുദ്ധിമുട്ടി ആളുകളൊക്കെ വിളിച്ചിട്ട് ഇയാൾ ഇതാ പറയുന്നത്. ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, ആർസിയം ഒരാളെ കൊണ്ടും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ചെയ്യാനേ പറ്റുള്ളൂ. ഒരു കുതിരയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തൊട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവരാം, ഒരു കുളക്കരയിലേക്ക് പിടിച്ചു മുറുക്കി കൊണ്ടുവരാം. പക്ഷെ കുതിര വെള്ളം കുടിക്കണമെങ്കിൽ കുതിര എന്ന് വിചാരിക്കണം. കുഴപ്പമൊന്നുമില്ല, കട്ടങ്ങി എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണം. ചില പാട്ടിലൊക്കെ കട്ട അന്ന് കൂടി ചെറിയ കട്ട എടുത്തോളൂ, ഈ കട്ട വേണമെങ്കിൽ കൂട്ടാം. സന്തോഷമായ ഇത്ര നേരം കൊണ്ട്, കഥ ഇഷ്ടായ, ഇഷ്ടമായെങ്കിൽ ഒരു തീപ്പൊരി കൈയടിച്ച അതായത് ഇങ്ങനെ ഉണങ്ങി കടിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതല്ല ആർസിയം, ഇങ്ങനെ ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കുള്ളതാണ് ആർസിയം. തീ പാരണം. ഇന്ന് ഇവിടെയൊക്കെ കത്തി പിടിക്കുന്ന ചിലപ്പോ ഫയർപ്പാണ് അല്ലേ? തണപ്പന്മാരെ കൂടെ തണപ്പന്മാര് പോലും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിയാണോ? തണപ്പന്മാര്, അവൻ ലോക തണുപ്പന, അവൻ പറയാണ് അവനൊരു തണുപ്പനാണ്.
അല്ലെ? ചില ആള് പറയില്ലേ എനിക്ക് കിട്ടിയതൊക്കെ മരമാണ്. ഈ പറയുന്ന ആളാണ് ഏറ്റവും വലിയ മരം. ശബരിമലയ്ക്ക് ആരെങ്കിലും എത്ര പേര് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്? ഞാനും പോയിട്ടുണ്ട്. ഓക്കെ. ശബരിമലയ്ക്ക് പോയപ്പോ അവിടെ ഇങ്ങനെ ആള് കൂട്ടം തെറ്റി കഴിഞ്ഞാൽ ആളുകളെ വിളിച്ച് പറയും, ഇങ്ങനെ ഇത്ര ആളുകൾ കൂട്ടം തെറ്റി, ഇന്ന ആള് ഞാൻ സ്റ്റേജിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, 18 പടിയുടെ അടിയിൽ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ പറയും ഇല്ലേ? നമ്മളില്ലേ ഗുരുവായൂർ അമ്പലത്തിലോ അങ്ങനെ പള്ളിയിലോ ഒക്കെ പറയും. അങ്ങനെ ഒരാൾ നോക്കിയപ്പോൾ ഒരു വലിയ ലിസ്റ്റ്, പലചരക്കിന്റെ ലിസ്റ്റ് മാതിരി ഒരു ലിസ്റ്റ് കൊണ്ടുവന്നു. ഇന്ന ആളുകളൊന്ന് വിളിച്ചു പറയണം. എത്ര? 49 പേരെ ലിസ്റ്റ്. അപ്പൊ അയാൾ ഞെട്ടി. ഈ 49 പേരെ ലിസ്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഒരു 500 പേരെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. അപ്പൊ അയാൾക്ക് ഒരു ആകാംക്ഷയായിട്ട് അയാൾ ചോദിച്ചു, നിങ്ങളുടെ എത്ര വണ്ടി ആളുകൾ വന്നത്? 500 പേരൊക്കെ ഉണ്ടാവുമല്ലേ? 50 പേരെ, 500 പേരൊന്നുമില്ല, 50 പേരുള്ളൂ. അപ്പൊ അയാൾ ചോദിച്ചു, അപ്പൊ സത്യത്തിൽ വഴി തെറ്റിയത് നിങ്ങളല്ലേ? എനിക്ക് വഴി തെറ്റ കൂടാതെ ഞാൻ പെരീസാമിയാണ്. അപ്പൊ കോഴിക്കോട് വല്ല പെരീസാമി ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഞാനൊരു കഥ പറഞ്ഞു മാത്രം. പെരീസാമിത് എന്നെ ഞാൻ ഇറങ്ങുമ്പോ കൂമ്മിനിട്ടിടിക്കരുത്. ഞാൻ ആർസമിലെ പൊതുവായ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ആരും ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചില സിനിമ കാണുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കമ്പനിയാണ്. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഇതിലും കൂടുതൽ കോഴിക്കോടിന് ഒന്നും കൊടുക്കാനില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ചെയ്തിരിക്കുന്നു. ബിഗ് സല്യൂട്ട് സാർ, ബിഗ് സല്യൂട്ട്. സജയ് കുമാർ സാർ ആവാൻ ആർക്കൊക്കെ മനസ്സുണ്ട് ഇപ്പോ? സജയ് സാർ ഒന്ന് തിരിഞ്ഞു നോക്കൂ പ്ലീസ്. സജയ് സാർ ഒന്ന് തിരിഞ്ഞു നോക്കൂ. സജയ് കുമാർ സാർ ആവാൻ തീരുമാനിച്ച ആളുകൾ, ഇതിനും വലിയ അംഗീകാരം അദ്ദേഹത്തിനില്ലേ? എന്താണ് വേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത്? എന്തായാലും തൃശൂർ ജില്ലയിലെ കൊമ്പിടിഞ്ഞാമക്കൽ എന്ന ആ കുഗ്രാമത്തിൽ കേൾക്കുന്ന രീതിയിൽ ഇവിടുന്ന് കൈയടി കൊടുത്ത് അവർ തിരിഞ്ഞു നോക്കണം. കോഴിക്കോട് എന്തോ സംഭവിക്കുന്നുണ്ട്. സൗണ്ട് കേട്ടില്ലേ? സമയപരിധി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 2 മണിക്കൂർ കിട്ടിയിട്ടില്ല, ഒരു 1.25 മണിക്കൂർ കിട്ടിയിട്ടുള്ളൂ. ശരിക്കും 1 മണിക്കൂറോടെ കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്കിവിടെ ഹാള്, അടുത്തൊരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഹാളിന്